പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷമുള്ള ആദ്യ കോഡ് യോഗം ചൊവ്വാഴ്ച നടന്നു. ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ, US എന്നിവിടങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരാണ് കൂടിക്കാഴ്ച നടത്തിയത്. അടുത്ത കോഡ് ഉച്ചകോടി ഇന്ത്യയിൽ നടത്താൻ തീരുമാനിച്ചു. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ഉച്ചകോടിക്ക് 4 രാജ്യങ്ങളും തയ്യാറെടുക്കണമെന്ന് സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ അധ്യക്ഷതയിലായിരുന്നു മന്ത്രിതല യോഗം ചേർന്നത്. ഇന്തോ പസഫിക്കിലെ സ്ഥിതിഗതികളിൽ നിർബന്ധിത നടപടികളിലൂടെ മാറ്റം വരുത്തുന്നതിൽ ചൈനയ്ക്ക് മുന്നറിയിപ്പ് നൽകി. വൈറ്റ് ഹൌസിലേക്ക് ട്രംപ് മടങ്ങിയെത്തിയ ശേഷം ചൈനയെ ലക്ഷ്യമിട്ടുള്ള ആദ്യത്തെ ഉന്നതതല യോഗമായി കോഡ് മാറി. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ഓസ്ട്രേലിയയുടെ പെന്നി വോങ്, ജപ്പാന്റെ ടക്കേഷി ഇവായ എന്നിവരുമായിട്ടാണ് മാർക്കോ റൂബിയോ സംസാരിച്ചത്. ഇന്ത്യയിൽ ഈ വർഷം നടത്താൻ തീരുമാനിച്ച ക്വാഡ് ഉച്ചകോടിയിൽ മാറ്റമില്ല എന്ന് യോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ട്രംപിന്റെ ആദ്യ യാത്രകളിലൊന്ന് ഇന്ത്യയിലേക്കാകുമെന്ന് ഉറപ്പായി. ക്വാഡ് ഉച്ചകോടിയെ ചൈനയ്ക്കെതിരായ പ്രതിരോധമെന്നാണ് US കാണുന്നത്. ട്രംപ് സർക്കാരിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ നിർണായക ക്വാഡ് യോഗം ചേർന്നത് പ്രാധാന്യമുള്ളതാണെന്ന് ജയശങ്കർ എക്സിൽ കുറിച്ചു. അംഗരാജ്യങ്ങളുടെ വിദേശ നയത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നതാണ് ഇത് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മെഗ്നവിഷൻ.